ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വന്ത്. നമ്മൾ സ്മാർട്ട് ടി വി ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെയാണ് നമുക്കൊരു ലൈറ്റ് ലാമ്പ് ഈസിയായി വീട്ടിലുണ്ടാക്കാം എന്നുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് ആ വർക്കിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഈ നൈറ്റ് ലാമ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു ചാർട്ട് പേപ്പർ, ഒരു ഫെവിക്കോൾ ഗം, ഒരു പെൻ, ഒരു സിസർ, ഒരു സ്കെയിൽ. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആ സ്കെയിലെടുത്ത് ചാർട്ടിൽ ഒരു വര വരയ്ക്കണം. അത് ഒരു സ്കെയിലിൻ്റെ തന്നെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ആയിരിക്കണം. ആ വര അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ആവർത്തിക്കണം. ആ സ്കെയിലിൻ്റെ ഗ്യാപ്പിൽ തന്നെ ആയിരിക്കണം ആ വരയും ഉണ്ടാവേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് അഥവാ 1 സെൻറ്റിമീറ്റർ വിട്ട ശേഷം ഒരു മാർക്കിടാം. ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പിലും ഓരോരോ മാർക്കിട്ട് കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നേർരേഖയിൽ വര വരയ്ക്കുമ്പോൾ വര വളയാതെ എത്താൻ വേണ്ടിയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ കുത്തുകൾ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരു സൈഡ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. കഴിഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചാർട്ട് പേപ്പർ 30x30 30 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുമുള്ളതാണ്. ഇനി നമുക്കിതിലൊരു വര വരയ്ക്കണം. നീളത്തിലുള്ളൊരു വരയാണ്. ഒരു വരയല്ല, ഇതേപോലെ കുറേ വരകൾ വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ വര വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കത്രിക ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. അത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. വര വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു വരയിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വരയ്ക്കരുത്. അങ്ങനെ വരച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ നൈറ്റ് ലാമ്പിന് കാണാൻ വൃത്തിയുണ്ടായിരിക്കില്ല. പിന്നെ ആ വര ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം ഇത് നൈറ്റ് ലാമ്പ് ഉണ്ടാക്കുമ്പോൾ മടക്കേണ്ടത്. അല്ലാത്ത പക്ഷം അത് വല്ലാതെ വൃത്തികേടായി പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ വീഡിയോ ലാസ്റ്റ് ചെയ്യുമ്പോൾ. ഇതേപോലെ നമുക്ക് ഈ പേപ്പർ ഫുള്ള് വരച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ അവസാനത്തെ വര ഇവിടെ വരയ്ക്കുകയാണ്. കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ 2 ഭാഗം നീട്ടിയിട്ട ശേഷം കട്ട് ചെയ്യണം. നമുക്ക് ഒട്ടിക്കാനുള്ള ഭാഗമാണ്. ഇതേപോലെ നമുക്ക് ആ വരയിലൂടെ നീളത്തിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്രിക യൂസ് ചെയ്യുക. ബ്ലേഡ് അധികം യൂസ് ചെയ്യാതിരിക്കുക. ബ്ലേഡ് വെച്ച് ചെയ്താൽ ചിലപ്പോൾ ഇത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ നൈഫ് യൂസ് ചെയ്യാം. ഇതേപോലെ സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്യണമെന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ചാർട്ട് പേപ്പർ നിങ്ങൾക്ക് ഞങ്ങളിവിടെ 30x30 എടുത്തത്. അതിപ്പോൾ 30 സെൻറ്റിമീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ വീതി ആയാലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളെ സൗകര്യം പോലെ. ഇപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. അതെടുത്ത് നമുക്ക് അവിടെ ഒട്ടിക്കാം. പശ തേച്ച് നമുക്ക് ഒട്ടിക്കാം. അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പശ ഫെവിക്കോളാണ്. ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഒന്നൊന്നിന് മുകളിൽ കയറാത്ത രീതിയിൽ വേണം നമുക്കിത് ഒട്ടിക്കാൻ. നമുക്കിത് ഒട്ടിച്ച് നോക്കാം. ഇതുപോലെ നമുക്ക് ഒരു സ്കെയിൽ വെച്ച് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒട്ടിക്കുക. ആ വരയ്ക്ക് മുകളിലോട്ട് കയറാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ. നമ്മൾ ആദ്യം സ്കെയിൽ ക്യാപ്പ് ഇട്ട് ശേഷം വരച്ചിരുന്നില്ലേ, ആ വരയിലേക്ക് കയറാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ. നമുക്ക് നമ്മൾ നീട്ടി വെച്ച 2 ഭാഗത്തും അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും പശ തേച്ച് കൊടുക്കുക.
ഇതേപോലെ 4 ഭാഗത്തും പശ തേച്ച ശേഷം ഇത് റൗണ്ടാക്കി നമുക്ക് ഒട്ടിക്കാം. ഇതേപോലെ റൗണ്ടാക്കി ഒട്ടിക്കാം. പക്ഷേ അധികമാവരുത്, ഒരു മീഡിയം അളവിന് ഒട്ടാൻ പറ്റുന്ന രീതിയിൽ പശ തേക്കുക. അധികമായാൽ കാണാൻ വൃത്തിയുണ്ടാവില്ല. അതിനുശേഷം നമുക്കിത് ഷെയ്പ്പാക്കണം. ഇങ്ങനെ വളച്ച് ഉള്ളോട്ട് തള്ളി നിൽക്കുന്നതൊക്കെ പുറത്തേക്കാക്കാം. ഉള്ളോട്ട് നിന്നാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതേപോലെ നമുക്ക് കറക്റ്റാക്കാം. ഇതിന് ശേഷം നമുക്ക് ആ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ഭാഗം ഉള്ളോട്ട് മടക്കി വയ്ക്കാം. നമ്മളത് വൃത്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ നമുക്കിത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞങ്ങളിതിപ്പോൾ ഉള്ളോട്ട് മടക്കി വയ്ക്കുകയാണ്. ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ്. ഇത് ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലവ് വന്നത് ഒരു 10 രൂപ മാത്രമാണ്. ഇത് ഭയങ്കര ഈസിയാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നമുക്ക് കണക്ഷൻ കൊടുത്ത് നോക്കാം. ലൈറ്റ് കുത്തിയപ്പോൾ അടിപൊളിയുണ്ട്, നന്നായി വർക്കാവുന്നുണ്ട്. ഇത് ഇപ്പം അത്ര നൈറ്റായിട്ടില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ അത്ര ഇടാത്ത സമയത്താണ് കത്തിച്ചത്. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലായ സ്മാർട്ട് ട്യൂബ് ടെക് ആൻഡ് ക്രാഫ്റ്റ് മീഡിയ ലൈക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ.